ഇത്? ഒരു നുള്ളില് 4 എണ്ണം. എന്റെ കൂടെ അല്ല പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു എന്ത് പറ്റിയെന്ന് ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്നും മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ് എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്താ അവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ അങ്ങനെ വഴിക്കുവാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുമാതിരി പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങണപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എന്നെ ഇവിടെ കൂട്ടറ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരുത്തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. അമ്പാളേ പോടാ പന്നി. ഓ ദേ വരുന്നു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. പൊട്ടി വെള്ളം കുറച്ച് അതെന്താ ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എങ്ങനെ വീർത്തതടി പുറത്തി, എങ്ങനെ വീർത്തതടി. എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ടോ നിങ്ങള്? ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന ആഹാ വന്നോ? എനിക്ക് കളി കഴിഞ്ഞ് വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അടിച്ചു വെച്ചുവിടാ. എന്തിന്? 10 ആള് കാണട്ടെ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയാണല്ലേ തമ്പുരു. എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. മാറ് മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, നീ ഇതിലൂടെ പോയിക്കോടാ. മാറത് എങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? അയ്യോ നീ പോയിക്കോന്ന്. തള്ളി പിടിച്ചിട്ടുണ്ട്. എന്തിയടാ? ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണ്. നാണോണെങ്കിൽ നിനക്ക് നാണോ?
നിന്റെ നിന്റെ കളസഞ്ചാരം ദൂരി എന്ത് ചെയ്യൂന്ന് ഓർത്തു അതെ വെങ്കിൽ ഇവിടെ നിൽക്കണം. ഞാൻ ഊരില്ല ഊരില്ല ഊരില്ല. പോ പുറത്തേക്ക് പോ. ഇതൊക്കെ കണ്ടുപിടിച്ചൊരു തല്ലി കൊല്ലണം. എന്തൊരു ചൂടാണ്. എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടാ. നാണമാകുന്നു മേനി നോകുന്നു നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം എവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ. നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി. കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ അയ്യോ. ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവൻ്റെ ഒലിപ്പിക്കലും. നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിൻ്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? തിരിയൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയതാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ ഇതൊരു കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ. വെങ്കിടിയേ
അതെ ഏത് നേരം ഞങ്ങൾ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ അത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാന്. ഇനി അതുണ്ടാവില്ല. ഇത്തവണ ഇനി ഉണ്ടാവില്ല. നിനക്കളെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവൻ ഇത്തരക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയോളാം. ആ വേഷം കിട്ടി തലേ കൊടാൻ വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ ഒരുത്തനാണെന്ന്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെൺകൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ജെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്? ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കറക്കണം. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ടാ. അല്ല ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട് നിന്റെ ആരാ? വെങ്കിടി ഒരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിൽക്കേ. നിനക്കിത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊക്കോടുന്നു. എന്ത് ചെയ്യൂ നോക്ക്. വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ. അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി